ഹായ് റോയൽ കസിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു ഹായ് പറയോ ദേവൂട്ടാ. രണ്ടുപേരും നല്ലോണം ക്ഷീണിച്ചിരിക്കുക കേട്ടോ. വൈകുന്നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് നല്ലോണം ക്ഷീണിച്ചില്ല. നിങ്ങൾ ഇപ്പോൾ സ്നാക്സോ കഴിച്ച് പാലോ കുടിച്ച് ഇങ്ങനെ കുത്തിരിക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ച് വൈകുന്നേരത്തിൽ വ്ളോഗൊക്കെ എടുക്കാമെന്ന് കരുതിയാണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ളതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, രാത്രി വരെയുള്ള എടുത്തില്ല ഇതുവരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോഗ്രാഫർ ദേവൂട്ടനാട്ടോ. ഏട്ടനില്ല, ദേവു ഈ വീഡിയോ എടുത്തരൂലേ? എടുത്തരും, ഓൾറെഡിയാണ്. അപ്പം കുറച്ച് ചെടിയൊക്കെ നനയ്ക്കാണ്ട്, ചെടി നടാനുണ്ട്. കൃഷിൻ്റെ വീട്ടിൽ പോയാൽ ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നടാമെന്ന് കരുതി. അപ്പം അതൊക്കെ നടുന്നൊരു വീഡിയോ ആണ് ഞങ്ങൾ എടുക്കുന്നത്. കുറച്ച് ചെടിയൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചെടിയൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു. സോറി ഗൈസ്, പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം വന്നു. ഒരു നൈറ്റ് വരെയുള്ള വ്ളോഗാണ് എടുക്കുന്നത്. പക്ഷേ ഏട്ടൻ കോക്കലൂരേക്ക് വിളിച്ചു, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി പോട്ടെ കേട്ടോ, റെഡി ആവട്ടെ. ചെടി വന്നിട്ട് നടാൻ നേരം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ മക്കളെ രണ്ടാളെ റെഡിയാക്കിയിട്ട് കോക്കലൂരേക്ക് ചെല്ലാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബായ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ. വലിയ ഒരുക്കത്തിൻ്റെ ആവശ്യമില്ല. കോക്കലൂരേക്ക് ആയിക്കൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടിയ ഒരു ഡ്രസ്സ് എടുത്തിട്ടു പോകുന്നു. ഏട്ടൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാം, ഏട്ടൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏട്ടൻ ഷോപ്പിൽ നിന്ന് നേരെ ഞങ്ങളെ കൂട്ടാൻ വന്നു. ഞങ്ങൾ 4 പേരുടെ ആദ്യം തന്നെ പോകുന്ന സ്മാർട്ട് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. കാരണം ധാർമ്മിക നല്ല രീതിയിൽ തന്നെ ചൂട് പൊന്തിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചിട്ട് അവന് പൗഡറോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ വാങ്ങിക്കാമല്ലോ വെച്ച് ഞങ്ങൾ 4 പേരുടെ ആദ്യം അവിടെ പോയി മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ വേഗം ഇവിടുന്ന് റേഷൻ കടയിലേക്ക്. കാരണം പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് നോക്കി 6:50 വരെ ഞാനിവിടെ ഉണ്ടാവും, മക്കളെ വേഗം വന്ന് അരി വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് നേരെ കോക്കല്ലൂർ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പോയി വന്നിട്ട് കോക്കലൂരൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതിന് വാങ്ങിച്ചു. ചായക്കടിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് കുടിക്കാതിരുന്നില്ല. ചായക്കടിയൊക്കെ വാങ്ങിച്ച് അതിന് ചായ വെക്കട്ടെ. ഈ ചൂടത്ത് ചായ ഒരു അധികപ്പറ്റാണെങ്കിലും പക്ഷേ ഞങ്ങൾ പപ്സ് വാങ്ങിച്ചു. പപ്സും ചായയും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അങ്ങനെ കരുതിയാണ് ചായ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലെത്തി. ചായക്ക് ഞങ്ങൾ പപ്സ് കോക്കലൂരിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം കുടിച്ച് ഞങ്ങൾ കുറേ സമയം എടുത്ത് സംസാരിച്ച് ചൂടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഷോപ്പിൽ പോയി. കുറേ സമയം ഇങ്ങനെ ചൂടത്ത് വെയിലത്തൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഏട്ടന് വിശക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ചോറും കഴിച്ചു. ഞങ്ങൾ അവിടെ കുത്തുന്ന ചായയും കുടിച്ചു. ധാർമ്മിക്കിനും ദേവൂട്ടനൊക്കെ ഞാൻ കൊടുത്തു. ധാർമ്മിക്കിന് ഞാൻ വാരി കൊടുത്തിട്ടുണ്ട്, അവന് കഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാനത് വാരി കൊടുത്ത് ബാക്കി കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. ദേവൂട്ടൻ സ്കൂളിൽ കൊണ്ടുപോയ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി അവിടെയൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. ഇനി അടുത്ത് പ്രത്യേകിച്ച് രാത്രിത്തെ വലിയ പരിപാടിയൊന്നുമില്ല. കറിയും കാര്യങ്ങളും ചോറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഓംലേറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ദേവൂട്ടൻ ഈ സമയത്ത് ഇവിടെ കുത്തനെ പഠിക്കുന്നുണ്ട്. ഓൻ അവിടെ കുത്തനെ പഠിക്കുന്ന സംശയ കാര്യങ്ങളുണ്ട് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞാനത് പോയി ക്ലിയർ ചെയ്ത് കൊടുക്കും. വലിയ സംശയമോ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ, ഇന്ന് വലിയ വർക്കൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സമയത്ത് ഡയറിയും സ്ലേറ്റും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള. അപ്പോൾ അത് അവനവിടെ കുത്തനെ എഴുതുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ കോഴിമുട്ട ഓംലേറ്റ് അടിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഓംലേറ്റ് അടിക്കാൻ നോക്കുക. അപ്പോൾ ഓംലേറ്റും മീൻകറിയും ചോറും അപ്പോൾ അതൊക്കെ മതിയെന്ന് പറഞ്ഞു. അതിനെ കൂടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ള പണി എത്രയോ കുറഞ്ഞു. അടുത്ത പണി നോക്കിയാൽ ധാർമ്മികിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓനോട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഓംലേറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് പോയി വൃത്തിയാക്കാൻ എന്നുള്ള രീതിയിൽ നിന്ന് അപ്പോൾ ഓൻ ആ സമയം കൊണ്ട് കുറേശ്ശൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഈ എന്തോ കഴിഞ്ഞ പക്ഷേ ഞാനും അങ്ങോട്ടേക്ക് പോയി അതൊക്കെ ക്ലീൻ ചെയ്ത് ഓരോന്നോരോന്ന് എടുത്ത് വെക്കേണ്ട. അപ്പോൾ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ എനിക്കും മടക്കാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് പോയതായിരുന്നു കേട്ടോ കോക്കലൂരേക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് അപ്പോൾ അടുത്ത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനവും ടേബിളിൽ എത്തിച്ച്. അപ്പോൾ അതും കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഫൈനലി എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞു, കുളി കഴിഞ്ഞു. ഞാനും ധാർമ്മിക്കും ഏട്ടനും ദേവൂട്ടനും എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞ് ദേവൂട്ടനും ഏട്ടനും ഭാവിയൊക്കെ കിടന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടി കിടക്കാനുള്ള വീഡിയോയ്ക്ക് എൻഡിങ് പറഞ്ഞിട്ട് കിടക്കാതെ കരുതി അവരൊക്കെ പോയി കിടന്നതാണ്. ഫുഡ് കഴിക്കുന്നവരെ, അതായത് ടേബിളിൽ സെറ്റ് ചെയ്യുന്നവരെയുള്ള വീഡിയോ ഞാൻ എടുത്ത്. പിന്നെ ക്ലീനിങ്ങോ അടിക്കലോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒക്കെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടു. കിച്ചണും ഡൈനിങ് ലിവിങ് എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ വയ്യത് ഒരാൾ എണീച്ച് വന്നിട്ടുണ്ട്. ഒരു കുപ്പായ ഇടാത്തത് ഇമാതിരി ചൂട് വന്നിട്ടുണ്ട്. അവന് വേണ്ടി പൗഡറും കാര്യങ്ങളൊക്കെ നേരത്തെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുപ്പായ അടിക്കായിട്ടാണ്. ഭയങ്കര ചൂടല്ലേ, നമുക്ക് തന്നെ താങ്ങാൻ കഴിയുന്നില്ല.
മക്കളെ കാര്യം പറയണ്ടല്ലോ, അത്രയും കഷ്ടമായിരിക്കും, അത്രയും ചൂട്. ഓനാണെങ്കിൽ വേഗം കുറച്ച് ചൂട് മതി, തീരെ എന്താ ചൂട് പറ്റൂലോ അവന്. അപ്പോൾ അവന് വേണ്ടി പാലും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിച്ചിട്ട് ഞങ്ങൾ പോയി കിടക്കട്ടെ, ഒരു സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. ടി വിയിലല്ല, ഫോണ് കണ്ടിട്ട് കിടന്നുറങ്ങുക. പിന്നെ ഇതൊരു പടം കയറ്റിയില്ലേട്ടെ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ, 12 മണി കഴിയും ഒരു പടം കഴിയുമ്പോഴത്തേക്ക്. ദിവസം ഒരു പടം കണ്ടിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാറ്. അപ്പോൾ ഡെയിലി ഉള്ള സമയത്തൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കണ്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.